As you fade away, as you fade away, yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലിമറിക്കിലൊക്കെ പോയി കറങ്ങിയിട്ട് സജിത് ബ്രോയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു പുതിയ മലയാളി ഫാമിലി വീട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങളുടെ നൈബറായിട്ട് വരും. ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ, മാക്സിമം ഒരു കിലോമീറ്ററേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ. അപ്പോൾ റിയർ ക്രോസിൽ തന്നെയാണ് അവരും വീട് വാങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് അവരുടെ പാലുകാച്ചാണ് ഇന്ന്, അപ്പം ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ സജിത് ബ്രോയും ഉണ്ട്. അപ്പം സജിത് ബ്രോയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഒരു പാലുകാച്ച് കൂടാൻ പറ്റി. അതുപോലെ ഒരു ഐറിഷ് ബംഗ്ലാവിന്റെ ഒരു വീട്ടിൽ ഇതുപോലെ ഇങ്ങനത്തെ വീടൊക്കെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി. അതെ, എങ്ങനെയാണ് ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ 10 സെന്റ് വീട് എന്ന് പറയുന്ന കണക്കല്ല ഇവിടെ. ഇവിടെ ഒരു കുറഞ്ഞൊരു 40 സെന്റ് വസ്തുവും പിന്നെ അതിന്റെ വീടും ഒക്കെയാണ്. നല്ല രസമുണ്ട്. ഇത് റോഡ് സൈഡിനാണ്. ഇത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ കൗണ്ടി എന്ന് വെച്ചാൽ സിറ്റിയിൽ നിന്ന് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് ഒക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ലിമറിക്കിയിൽ തന്നെ ഇതുപോലെ ബംഗ്ലാവുകളും അല്ലെങ്കിൽ ഇതുപോലെ ഡിറ്റാച്ച്ഡ് ഹൗസൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് മിക്കവാറും എല്ലാ ഹൗസസും ഏകദേശം ഒരു മിനിമം 40 സെന്റ് അല്ലെങ്കിൽ 60 സെന്റും വീടും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇവർ എടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 80 സെന്റോ കണ്ട് അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. 80 സെന്റും വീടുമാണെന്ന് തോന്നുന്നു ഈ വീട്. അപ്പോൾ അതിൽ കുറച്ച് പോർഷൻ വീടുമായിട്ട് ചേർന്നും കുറച്ച് പോർഷൻ അല്ലാതെ പറമ്പ് പോലെയുണ്ട്. അപ്പോൾ അവിടെ ഇവർക്കൊരു കുതിരയൊക്കെ ഇങ്ങനെ വേറെ ആൾക്കാർ മേയാനിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഈ കുതിരയൊക്കെ ഇങ്ങനെ അവർ കൊണ്ടുവന്നിട്ടേക്കും. പിന്നെ അതുമല്ല നമ്മുടെ പറമ്പ് വേണമെങ്കിൽ ഇങ്ങനെ കാട് കയറാതെ കിടക്കുകയും ചെയ്യുമല്ലോ കുതിരയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെനിക്കറിയത്തില്ല എങ്ങനെയാണ് അവരത് മാനേജ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഇവരുടെ പറമ്പിൽ തന്നെ 2 കുതിരയൊക്കെ കൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ അകത്ത് നല്ല തിരക്കാണ്, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് അങ്ങനെ അവരുടെ ഇതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ ആ ബംഗ്ലാവും ആ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ അവരുടെ അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ ഉള്ളതാണ് കേട്ടോ വീട്. അടിപൊളി വീടാണ്, സൂപ്പർ വീടാണ്, ഒന്നും പറയാനില്ല. നല്ല കൗണ്ടി ലൈഫും പിന്നെ അടിപൊളി വ്യൂ ഒക്കെയാണ് ഇവർക്ക്. സൂപ്പർ എന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾക്ക് റിയർ ക്രോസിൽ ഒരു ഫാമിലി, മലയാളി ഫാമിലി കൂടെ ആയി കേട്ടോ, നൈബറായിട്ട്. നമ്മുടെ അവിടെ മലയാളി നൈബറായിട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? സന്തോഷം. ശരിക്കും ഇപ്പം ഇങ്ങനെ ബംഗ്ലാവുകളൊക്കെ മാറി സിറ്റിന്ന് നോക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? അത് ട്രെൻഡ് ആവുമോ? അതെന്താണ് അതിനെ കുറിച്ച്? ഐഡിയ. വേറെ ഒന്നും കമന്റ്സ് പറയാനില്ല, കാരണം നമ്മൾ ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നോണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളത് എടുക്കുന്ന ഡിസിഷൻ ബെസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ റൂമിൽ നിന്നപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുന്നതും ഇവിടുന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നതും തമ്മിൽ ഭയങ്കര ഒരു വലിയ ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഇല്ല, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് എൻജോയ് ചെയ്ത് പോകാൻ ഭയങ്കര ഇതായിരിക്കും. പിന്നെ നമ്മൾ ആഴ്ച 3 ദിവസമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ടൈം നമ്മൾ വീട്ടിലാണല്ലോ. പിന്നെ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമും എല്ലാ ദിവസവും നമ്മൾ ഡ്രൈവിംഗ് ആയതുകൊണ്ട് അതൊരു ഇഷ്യൂവേ അല്ല നമുക്ക് ശരിക്കും. അപ്പം ഇതാണ് ഇവരുടെ വ്യൂ ഒക്കെ സൂപ്പർ ആട്ടോ. ഫ്രണ്ടിലേക്കുള്ള ആ ഒരു മറ്റേ മൗണ്ടൈൻസിൻ്റെ വ്യൂവും ഇത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന സെയിം മൗണ്ടൈൻ ആണ്. അപ്പം ശരിക്കും നമ്മളുടെ
റിയർ ക്രോസിലേക്ക് ഇനിയും ആൾക്കാർ വന്ന് കിടിലമാവട്ടെ അല്ലേ. ഇപ്പം തന്നെ അടിപൊളിയാണ്. നമ്മൾ കൗണ്ടി ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മാക്സിമം എസൻസിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൗണ്ടി ലൈഫും അവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതും ഇവിടുത്തെ പബ്ബുകളും അതുപോലെ ഇവിടുത്തെ സ്കൂളും. കുഞ്ഞൂസിൻ്റെ സ്കൂളാണെങ്കിൽ തന്നെ എന്ത് ഫ്രണ്ട്ലിയാണ്, ആൾക്കാരൊക്കെ എന്നെ ഫ്രണ്ട്ലി ആണെന്നേ. ദേ ഒരു കുതിര ഇവിടെ വന്നേ. സജിത് ബ്രോ കമ്പനി ആയിട്ടുണ്ട്, ഫ്രണ്ട്ലി ആണ്. നല്ല ഫ്രണ്ട്ലി ആട്ടോ. അവിടുന്ന് നടന്ന് ഇങ്ങി വന്നു. ഇയാളാണ് ഫ്രണ്ട്ലി ആന്ന് പറഞ്ഞത്, മറ്റേ ആള് ഇത്തിരി ജാടയാ. ഞങ്ങൾക്ക് പുല്ല് വേണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടാണ്. എനിക്ക് കുതിര ഭയങ്കര പേടിയാ സത്യം പറഞ്ഞു. ഇത് നോക്കി, ഞാൻ ഈ ഷോട്ട് അവിടുന്ന് എടുത്തപ്പോ എന്നെ കണ്ടിട്ട് വരും. ശരിയാ, നല്ല റീല് കിട്ടിയല്ലേ. അതെ, കുഞ്ഞു കണ്ടോ ഹോഴ്സ് കണ്ടോ? കണ്ടോ വൈറ്റ് ഹോഴ്സ്. ദേ ബോള് കളിക്കുന്നു ഹോഴ്സ്. അതെ, ഇത് ഭയങ്കര സംഭവമായി പോയി കേട്ടോ. അയർലൻഡിലെ ഹോഴ്സസ് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഹോഴ്സ് റൈസ് ഒക്കെ ഉണ്ട്. ഹോഴ്സ് റൈസ് ദുബായിൽ നിന്ന് വന്ന് ഞാൻ അറിഞ്ഞാണ്. ഇതാവോന്ന് അറിയത്തില്ലായിരുന്നു, അല്ലേ ഞാൻ കൊണ്ടുവന്നേനെ. അവിടെ ഇഷ്ടം പോലെ സോളാറിന്റെ ലൈറ്റ് ഉണ്ട്. ഇനി വരുമ്പോ കൊണ്ടുവരാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഹൗസ്. നമ്മുടെ വീട്ടിലൊക്കെ ഇട്ടേക്കുന്ന സെയിം തടിയുടെ ഇത് തന്നെയാണ്. ആ ബംഗ്ലാവിൻ്റെ ആ ഒരു ഫീല്, തടിയടിച്ചൊരു ഫീലാണ്. വാവ്, സൂപ്പറാണേ. ബാക്കിൽ ഇങ്ങനെ ഒരു ടെൻ്റ് അടിച്ചേ എന്ന് വെച്ചാൽ പന്തലിട്ടിട്ടുണ്ട്. ആൾക്കാർ വരുമ്പോൾ അവർക്കിരുന്ന് കഴിക്കാനൊക്കെ. ഫംഗ്ഷനൊക്കെ നേരത്തെ കഴിഞ്ഞു. ഞങ്ങൾ വൈകിട്ടാണ് വന്നേക്കുന്നത്. നല്ല വെയിലായി. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ അവർക്ക്. വാവ്, സൂപ്പർ, കിടിലൻ വ്യൂ അല്ലേ, ഒരു രക്ഷയില്ല. ഇത് ഇവിടുത്തെ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് അല്ല, ഈ ഫ്ലോർ അടിക്കുന്നത് നല്ല ടിമ്പർ പോലത്തെ ഇത് വെച്ചിട്ട് അങ്ങനത്തെ ഇതാ ഫ്ലോർ ചെയ്യുന്നത്. കോൺക്രീറ്റ് ഉള്ള വീടുകളും ഉണ്ട് കേട്ടോ. വെയിറ്റ് കുറയ്ക്കാൻ. പിന്നെ ഈ സിമെന്റ് ആകുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ തണുപ്പ് പിടിക്കും. തടി ആകുമ്പം അങ്ങനെ തണുപ്പ് പിടിക്കില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വിന്ററിൽ മറ്റേ ചെരുപ്പില്ലാതെ നടന്നാലും നമുക്ക് അത്ര തണുപ്പ് വരത്തില്ല. ഈ ടൈലും സിമെന്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് വരും. ഇടണം. പിന്നെ അത് മാത്രമല്ല, കാർപ്പറ്റും ഇടാറുണ്ട് ആൾക്കാർ. കാർപ്പറ്റ് ഇട്ടാലും നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ചെരുപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് നടക്കാൻ പറ്റും കാർപ്പറ്റിൽ.
ഫ്രണ്ട്സ്, ഇവിടെ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലൊരു റോബോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോൺ മോവർ റോബോട്ട്. 24 hour പണിയാൻ തോന്നുന്നു. പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് പുല്ല് വെട്ടി വൃത്തിയാക്കിയിട്ടേക്കുക. അതുകൊണ്ട് തന്നെ അവിടെ അടിപൊളിയായിട്ട് പുല്ല് കിടക്കുന്ന നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ. നമുക്കും ഇനി ഭാവിയിൽ ഇതുപോലത്തെയൊക്കെ വാങ്ങണം. നമ്മളിപ്പോൾ പുല്ല് വെട്ടുന്നത് എൻജോയ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം പുല്ല് വെട്ടി മടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിയാൽ മതി. ഇത് അതിൻ്റെ സമയത്തിനനുസരിച്ച് തനിയെ വെട്ടിക്കോളും. ഇവരാണ് ഹൗസിന്റെ ഓണർ കേട്ടോ. ഒരു ഹായ് പറഞ്ഞോ. ടോം ബ്രോയെ ഞാൻ പിന്നെ കാണിച്ചോളാം. ഒരു ഹായ് പറഞ്ഞു. എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു? UHL. എത്ര നാളായി എയർലൈനിൽ വന്നിട്ട്? 3.5 വർഷം. പേരും കൂടെ? ജോസ്മി. ഓക്കെ, അപ്പം വെൽക്കം ടു റിയർ ക്രോസ്. കാണാനേ ഇല്ല കേട്ടോ സാധനം. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, maybe you could be the change I need today. I promise that I'm never. ഫ്രണ്ട്സ്, രാവിലെ അത്യാവശ്യം ചാറ്റൽ മഴയാണെങ്കിലും വൈകിട്ട് ഇവിടെ നല്ല വെയിലായി. വൈകിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 8:15 കേട്ടോ. കുഞ്ഞുസുദ്ധയെ ഉടുപ്പൊക്കെ ഊരി നടക്കുവാണ്. അപ്പം ബ്രോയുടെ ഇതെന്തായാലും കിടിലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രോൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിനി 3 Pro ആണ്. ഞാൻ കുറേ ഫ്ലൈ ചെയ്തു. ഞാൻ മിക്കവാറും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ സ്പാർക്ക് ആയിരിക്കുന്നത്. അപ്പം 4 എടുത്താൽ മതി. മിനി 4 എടുത്താൽ മിനി 4 Pro ആയിരിക്കും അല്ലേ പുതിയത് വന്നേക്കുന്നത്. അതിപ്പോ വന്നിട്ട് കുറെ ആയി. ഇപ്പൊ അത് വില കുറവാണ്. അപ്പം ഞാൻ എന്തായാലും ഇനി എടുക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഇത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ റിലാക്സ്ഡ് ആണ്. മറ്റേത് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലൈങ് അവേഴ്സ് കിട്ടും. അതുകൊണ്ട എന്ന് വെച്ചാൽ ഇതിന്റെ കൺട്രോൾസ് ഭയങ്കര ജെർക്കി അല്ല ഒട്ടും, നല്ല സ്മൂത്താണ്. മറ്റേത് ഭയങ്കര ഇതാണ്. അതുപോലെ അത് ഫസ്റ്റ് എഡിഷൻ ആണല്ലോ. ഞാൻ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഡിഷൻ എടുത്തതാണ്. പിന്നെ ഇതിന്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇൻബിൽഡ് നമ്മുടെ കൺട്രോളർ നമുക്ക് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ ഇൻബിൽഡ് ആയപ്പോഴത്തേന് എപ്പോ വേണോ ട്രാൻസാക്ഷൻ ഡിലേ ഇല്ല. പെട്ടെന്ന് നമുക്ക് ശരിയാ സെറ്റപ്പ് ചെയ്യാനും ട്രാൻസാക്ഷൻ ഡിലേ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇൻബിൽഡ് ആന്റിനയാണ്. എന്നാലും ഇതിന്റെ റേഞ്ച് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. ഓ ശരി. ഇതിനകത്ത് വേറൊരു പ്രശ്നമെന്ന് പറയാൻ പറ്റുമോ എന്തോ, ഇതില് വൈഫൈ ഉപയോഗിച്ചിട്ട്, അതായത് ഡിസ്റ്റൻസ് വൈഫൈ ഉപയോഗിച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ളത് അങ്ങനെയല്ലായിരുന്നു. RF കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, റേഡിയോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. വൈഫൈയും ആക്ച്വലി റേഡിയോ ഫ്രീക്വൻസി തന്നെ. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ. പക്ഷെ 10 കിലോമീറ്റർ ഒക്കെ കിട്ടുക വെച്ചാൽ ഭയങ്കര ഒബ്സ്റ്റാക്കിൾ ഒന്നും ഉണ്ടാവരുത്. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് കൂടിയാലും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഇവിടെ 500 ജിയോഗ്രാഫിക്കൽ ലോക്ക് ഉണ്ട്. അതായത് ഓൾട്ടിറ്റ്യൂഡ് എനിക്ക് അവിടെ 500 മീറ്റർ പോകാൻ പറ്റും മുകളിലോട്ട്. ഇവിടെ ഒരു 200 മീറ്റർ ആകുമ്പോഴത്തേന് മാക്സിമം ഫ്ലൈറ്റ് ഹൈ റീച്ച്ഡ് എന്നോ അങ്ങനെ എന്തോ പറയുന്നു. എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ ചിലപ്പം നമുക്കിത് സെറ്റിംഗ്സിൽ മാറ്റിയാൽ മതി. ഹൈ ലിമിറ്റ് റീച്ച് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും കുറേ നേരം ഇവിടെ ഡ്രോൺ പറത്തി. ഞാൻ ഇഷ്ടം പോലെ പറത്തി കേട്ടോ. എനിക്ക് മതി എന്ന് പറഞ്ഞു ലാസ്റ്റ്. മറ്റേ എൻ്റെ ഡ്രോൺ ആണെങ്കിൽ ഇനി ഇരിക്കുമോ ബാറ്ററി. അപ്പം എൻ്റെ ഡ്രോൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും.
അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഇതിനകത്തുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും അത്. ഒരു ബാറ്ററി, അതായത് ഇതിന്റെ ഫ്ലൈമോർ കോംബോ എന്ന് പറയുന്ന ഇതാണ്. അങ്ങനെ എടുത്ത് 2 ബാറ്ററി നമുക്ക് ഇട്ടിരിക്കുന്ന, അതിൽ ഓരോ ബാറ്ററി 45 മിനിറ്റാ ഫ്ലൈയിങ് അവേഴ്സ്. ധാരാളം നമ്മളുടെ കാറ്റും ഇതൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് 30 മിനിറ്റ് പ്ലസ് കിട്ടും. ഓ ഈ അടിപൊളി. ബ്രോയ്ക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട് പറത്താൻ. നല്ല അടിപൊളി സണ്ണായി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം പുറത്ത് സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ അകത്തോട്ട് കയറുവാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ ഫോക്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സജിത് ബ്രോ ഫോക്സിൻ്റെ ക്ലോസ് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കുഞ്ഞുസും സജിത് ബ്രോയും കൂടെ ഫോക്സിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുവാണ്. കഴിക്കട്ടെടി കുഞ്ഞു, അത് ഫുഡ് കഴിക്കട്ടെ. പോകത്തില്ല, ഫുഡ് ഉണ്ടായോണ്ടേ കറങ്ങി കറങ്ങി നിൽക്കും. നോക്കുവാണ് അങ്ങോട്ട്. നമ്മുടെ സ്ഥിരം വിസിറ്ററാണ് കേട്ടോ ആള്. നമ്മൾ വൈകിട്ട് പബ്ബിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഇവിടെ നല്ല മ്യൂസിക്കാണ് ഇന്ന്. ഇവിടെ ഇതുണ്ട്, DJ പോലെ സെറ്റപ്പ് ഉണ്ട്. അപ്പം ഞാൻ സജിത് ബ്രോയെ കൊണ്ട് ഇവിടെ വന്നതാ. ഞങ്ങൾ 2 ഗിന്നസ് ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. ഞങ്ങൾ ഒത്തിരി നേരം ഇരിക്കുന്നില്ല, കാരണം നമുക്ക് അയർലൻഡിൻ്റെ സിഗ്നേച്ചർ ഗിന്നസ് സജിത് ബ്രോ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി ഇരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ പോകും കേട്ടോ. അപ്പം Tell me what's